സുഹൃത്തുക്കളെ, ഹണി സിംപണി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കീബോർഡ് ട്യൂട്ടോറിയൽ. ഇന്നത്തെ പഠനം ഏതോ ഒരു സ്വപ്നം എന്ന പടത്തിൽ ശ്രീകുമാരൻ തമ്പി രചന, സംഗീതം സലിൻ ചൗധരി, പാടിയത് യേശുദാസ്. പൂമാനം പൂത്തുലഞ്ഞു പൂവല്ലി കുടിലിലെൻ്റെ, ഈ പാട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ സ്കെയില് ഡി ആണ്, അതായത് 2. ഇതിൻ്റെ രാഗം ശിവരഞ്ജിനി റൂട്ടാണ്. അന്യസ്വരങ്ങളും ചിലത് വരുന്നുണ്ട്. ശിവരഞ്ജിനി നമ്മൾ വായിക്കുമ്പം എന്നതിൽ ചില അന്യസ്വരങ്ങൾ മാ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾക്ക് പാട്ട് തുടങ്ങാം. അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പല്ലവി വരുന്നത്? പൂമാനം ഗാരേസ ഗാരേസ ഗാഗരേസ ഗാരേസ രിസദ പ പദ പഗരിസ രിഗ സാരിഗ പ പദദസ ഗരി സദ 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 ഗാരേസ ഗാഗരേസ. പൂമാനം പൂത്തുലഞ്ഞു. ഗാരേസ രിസദ പാപ പൂവള്ളിക്കുടിലെൻ്റെ പദ പഗരി സരിഗ സരിഗ പ പദദസ ഗരി സദ സദ സദ. പൂമാനം ഗാഗരേസ ഗാഗരേസ ഗാരേസ രിസദ പാപ പദ പഗരി സരിഗ. ഇങ്ങനെയാണ് പല്ലവി 2 പ്രാവശ്യം പാടിയതിന് ശേഷം, വായിച്ചതിന് ശേഷം പിന്നീട് പൂമാനം പൂത്തുലഞ്ഞേ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നീട് അനുപല്ലവി വായിക്കണം. ഇനി നമുക്ക് അനുപല്ലവി വായിക്കാം. അപ്പം എനിക്കും നാവിലിന്നു പാട്ടുണ്ടല്ലോ, സരിഗ പദ പ സരിഗ പദ പ. എനിക്കും നാവിലിന്നു പാട്ടുണ്ടല്ലോ, തുടിക്കും കവിളിലിന്നും പാടുണ്ടല്ലോ, സരിഗ സരിഗ പ പ പദ പ പ പ
പ. തുടിക്കും കവിളിൽ പാടുണ്ടല്ലോ, വായിച്ചു. തുടിക്കും മാറത്തും സാരി സദപ. തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും. തുടിക്കും കവിളിൽ നിന്നും പാടുണ്ടല്ലോ. തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും തേനുണ്ടല്ലോ. സ റിസദമ സ റിസ റിസ സ റിസ ദമ പ. സരി സദമ അങ്ങനെ ഉണ്ട്. സരി സദമ പ പ പ പ. സരി സദമ പ പ പ പ. സരി സദമ പ പ പ. ഗപ ഗപ പ. കടന്നു കുടിലുണർന്നു കനിവിടർന്നു ഗാഗരി ഗരിത. കുടിലുണർന്നു കനിവിടർന്നു കണ്ടുവാ കിളിയെ ഗാഗരി ഗരിസ. ഗപ ഗപ പ. ഗപ ഗപ പ ഗാഗരി ഗരിസ. ഗപ ഗപ പ. ഗപ ഗപ പ ഗാഗരി ഗരിസ. ഇതാണ് അതിൻ്റെത്. കണ്ടുവാ കിളിയെ. തെളിഞ്ഞു പുഴയും വയലും സരിക പപ പദ ദസ. തെളിഞ്ഞു പുഴയും വയലും കരിസരി സദ ദസദ. പൊന്നോണം കാത്ത നെഞ്ചം ഗരിസരി സദ സദ കരിസരി ദസദ. ഗരിസരി സസ ദസദ. ഗരിസരി സസ ദസദ. പൊന്നോണം കാത്ത നെഞ്ചം ഗരിസരി സസ ദസദ. പൊന്നോണം കാത്ത നെഞ്ചം എന്നുള്ളത്. ഗരിസ 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 റിസദ പ പദ പ ഗരിസ റിഗ. ഇങ്ങനെയാണിത് വായിക്കേണ്ടത്. ഈ അനുപല്ലവി മാതിരി തന്നെയാണ് ചരണം. ചരണത്തിന് ഇതേ സ്വരമാണ്. ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ വീണ്ടും അവിടെ എന്ത് ചെയ്യണം? പൂമാനം പൂത്തുലഞ്ഞേ ദാസരി സരിസ. ഈ ഒരു സ്വരങ്ങൾ വേണം. ദാസരി സരിസ. പൂത്തുലഞ്ഞു. അപ്പോൾ ഇതാണുള്ളത്. ചരണവും ഇതേ അനുപല്ലവീൻ്റെ സ്വരം വായിച്ചാൽ ചരണം റെഡിയാണ്. ഇത്രയായി വീഡിയോ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.